പ്രധാനപ്പെട്ട നമ്മുടെ പ്രതിനിധികൾ വി വിനോദ് ഒപ്പം വിനേഷ് കുമാർ പാലക്കാടിന്റെ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത് പത്തനംതിട്ടയിലെ വിവരങ്ങളും CV അനുമോദ് തൃശ്ശൂരിലെ വിവരങ്ങളും നൽകും. ശ്രീജിത്ത് പത്തനംതിട്ട, അത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് PC ജോർജിന്റെ ജനപക്ഷം, PC ജോർജ് അവിടെ മത്സരിക്കും, ഷോൺ ജോർജിന്റെ പേരൊക്കെ കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അനിൽ ആന്റണി എന്ന ആന്റണിയുടെ മകൻ, സാക്ഷാൽ AK ആന്റണിയുടെ മകനെ അവിടെ പ്ലേസ് ചെയ്യുകയാണ് BJP. അതിന് പല വിധത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനായിരുന്നു അവിടെ മത്സരിച്ചത്. 2,97,000 വോട്ടുകൾ അവിടെ സുരേന്ദ്രനെ സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശബരിമല തരംഗം ശക്തമായിരുന്നു, സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം വലിയ കാരണമായിരുന്നു. ഈ വോട്ടുകൾ നിലനിർത്താനാവുകയും ഒപ്പം മറ്റ് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനിൽ നിന്നടക്കമുള്ള 1,00,000 വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ വിജയിക്കാം എന്ന കണക്കുകൂട്ടലാണ് BJPക്കുള്ളത്. മറുവശത്ത് തോമസ് ഐസക്കിനെ പോലൊരു കരുത്തിനെ ഇടതുമുന്നണി അവിടെ പ്ലേസ് ചെയ്യുന്നു വളരെ കൃത്യമായി തന്നെ. UDFന്റെ ഭാഗത്ത് സിറ്റിംഗ് MP മത്സരിക്കുന്നു. പ്രചരണം ഏതാണ്ട് ഇത്രയും സമയം പിന്നിടുമ്പോൾ മണ്ഡലത്തിന്റെ ഒരു വികാരം, ഏതൊക്കെ മുന്നണികൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു വിലയിരുത്തലാകാം. രഞ്ജിത്ത്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായി പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് മാറിയത്. തീർച്ചയായും PC ജോർജ് പ്രതീക്ഷിച്ച മണ്ഡലമാണ്. എന്തായാലും ഒരുപക്ഷെ വൈകിയാണ് അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥി അവിടെ പ്രവർത്തിക്കുന്നത്. ആന്റണി കഴിഞ്ഞ 10-15 വർഷമായി അവിടെ MP ആണ്. തോമസ് ഐസക് കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുന്നു. അനിൽ ആന്റണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാത്രം അവിടെ എത്തി പ്രവർത്തനം നടത്തുന്നു. പക്ഷെ പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം ഒരു മാറി വരുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. അത് BJPയോട് കുറച്ചുകൂടി ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ്. കഴിഞ്ഞ തവണ സുരേന്ദ്രന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ ഇടതുപക്ഷം വിജയിക്കരുത് എന്നുള്ള ധാരണ പ്രകാരം NSSന്റെ വോട്ടുകൾ അടക്കം UDF സ്ഥാനാർത്ഥിക്ക് മറിഞ്ഞൊരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഇത്തവണ ശബരിമല വികാരം അത്രത്തോളം ഇല്ല. അതൊരു പരിധിവരെ BJPക്കും ഒരു പരിധിവരെ ആശ്വാസമാണ്. പക്ഷേ സ്ഥാനാർത്ഥി എത്രത്തോളം, അനിൽ ആന്റണി എത്രത്തോളം ആ മണ്ഡലത്തിൽ ഇനിയും എത്തപ്പെടേണ്ടതുണ്ട്, ഇനിയും പരിചിതനാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. അവിടെ പ്രവർത്തിച്ച ഒരാളല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന ഒരാളാണ്. പക്ഷേ AK ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ പരിഗണന സ്വാഭാവികമായും ഒരു പരിചയത്തിന്റെ കാര്യത്തിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനും അപ്പുറത്തേക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ഒരു മണ്ഡലമായി, അതായത് അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതോടുകൂടി NDAയുടെ പ്രചാരം, ഈ കഴിഞ്ഞ രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് അവർ കുറെ കാലമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ആ പ്രവർത്തനത്തിൽ അല്പം പിന്നിലുണ്ടെങ്കിൽ BJPയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എത്തുന്ന നിലയിലേക്ക് പ്രചരണത്തിന്റെ കാര്യത്തിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കഴിഞ്ഞ തവണ 4 ലക്ഷം വോട്ട് ആന്റണിക്ക് ലഭിച്ചെങ്കിൽ 1 ലക്ഷം വോട്ടിന് പിന്നിലായിരുന്നു K സുരേന്ദ്രൻ. രണ്ടാമതുള്ള സ്ഥാനാർത്ഥിക്ക് 3.5 ലക്ഷം വോട്ട് ലഭിക്കുന്നു. അതായത് ഒരു 50,000 വോട്ട്, ഒരു 60,000 അല്ലെങ്കിൽ 70,000 വോട്ട് അധികമായി പിടിച്ചാൽ വിജയിക്കാം, പത്തനംതിട്ടയിൽ വിജയിക്കാം എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ തവണ ആന്റണിക്ക് ലഭിച്ച വോട്ടുകൾ അടക്കം അതിൽ ഇടപെട്ടുകൊണ്ട് ആ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു തന്ത്രം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയുള്ളത്, കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ വോട്ട്, അതുകൂടാതെ PC ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആകാതെ വന്നതോടുകൂടി അതൊരു പ്രധാന വിഷയമായി BJPക്കുള്ളിൽ വരുന്നു. പല പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ K സുരേന്ദ്രന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളിൽ പലതും ഇത്തവണ തങ്ങൾക്ക് ലഭിക്കുമെന്ന് UDF കണക്ക് കൂട്ടുകയാണ്. LDFന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ, കഴിഞ്ഞ ഇത്ര അധികം ശബരിമല ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും കേവലം 50,000 വോട്ടിന് മാത്രമാണ്. അതായത് K സുരേന്ദ്രനും ആന്റണിയും UDFും BJPയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോഴും കേവലം 50,000 എന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ഭൂരിപക്ഷമായി പോലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത്ര മാത്രമേ തോറ്റുള്ളൂ. ഇത്തവണ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. മാത്രമല്ല 3 തവണ അവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആന്റണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും ഉണ്ടാകും. അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ അവതരിപ്പിച്ച് തങ്ങൾക്ക് നേട്ടം പാർട്ടി വോട്ടുകൾ എന്നുള്ളത് തന്നെയാണ്. ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ പത്തനംതിട്ട എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പത്തനംതിട്ട മൂന്നാം സ്ഥാനത്തേക്ക് NDA പോയ മണ്ഡലമാണ്. അവിടെ 3,36,000 വോട്ടുകൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ LDFന് സമാഹരിക്കാനായി 3,80,000 വോട്ടുകൾ നേടിയാണ് ആന്റണി വിജയിച്ചത്. പക്ഷേ 2,97,000 വോട്ടുകൾ നേടിയാണ്
പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ 28% വോട്ടുകൾ നേടി എന്നുള്ളതാണ്. അത് ശബരിമല തരംഗമൊക്കെ വലിയൊരു ഫാക്ടറായി ശ്രീജിത്ത്. അത് പ്രധാനമാണ്. അതിനുശേഷമാണ് ഇത് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ശബരിമല ഫാക്ടറില്ല, ഒപ്പം സുരേന്ദ്രന്റെ സാന്നിധ്യമില്ല. അനിൽ ആന്റണിക്ക് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് BJP വൃത്തങ്ങൾ നോക്കിക്കാണുന്നത്. ഒപ്പം നരേന്ദ്രമോദി 19-ാം തീയതി അവിടെ പത്തനംതിട്ടയിൽ വരികയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരാൾ അവിടെ വരുമ്പോൾ ആ മണ്ഡലത്തിന് ഒട്ടും പ്രാധാന്യം കുറച്ച് കാണുന്നില്ല BJP. തീർച്ചയായും ഒട്ടും പ്രാധാന്യം കുറച്ച് കാണുന്നില്ല എന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ വിജയിക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ പ്രകാരം കൂടിയാണ് അനിൽ ആന്റണി അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. AK ആന്റണിക്ക് വളരെ ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട. AK ആന്റണി സ്വാഭാവികമായും ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് എത്തുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇത്തരം BJPയിലേക്ക് എത്തിയ ആളുകളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടുന്നതിലൂടെ BJPക്ക് ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട്. ഇതാ BJPയെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത് ഒരു അസ്പൃശ്യതയായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ അടക്കം വലിയൊരു അസ്പൃശ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വന്ന ആളുകളെ ഇങ്ങനെ മുന്നിൽ കാണിച്ചുകൊണ്ട് അതാ AK ആന്റണിയുടെ മകൻ എത്തിയിരിക്കുന്നു, K കരുണാകരന്റെ മകൾ എത്തിയിരിക്കുന്നു, അങ്ങനെയെല്ലാം കാട്ടിക്കൊണ്ട് ഭാവിയിലും കൂടുതൽ ശക്തരായ നേതാക്കളെ എത്തിച്ച് ഒരു ഭാവിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്പോൾ NSSനൊന്നും ഈ മണ്ഡലത്തിൽ മാത്രമായി, അതായത് കേരളം ഒന്നാകെ തോൽക്കണമെന്ന ആഗ്രഹം, LDF തോൽക്കണമെന്ന ആഗ്രഹം NSSന് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ അത്രത്തോളം സർക്കാർ വിരുദ്ധ വികാരത്തിലേക്ക് NSS ഒന്നും ഈ സമയത്ത് പ്രതികരണം എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ ശബരിമല പോലുള്ള വിഷയങ്ങൾ നിന്നതുകൊണ്ട് തന്നെ ഉള്ളിലുണ്ടാകും അത്തരം വൈകാരികതകൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ UD അല്ലെങ്കിൽ LDF ജയിക്കുന്നത് ഒരു വലിയ പ്രശ്നമായി NSS കാണുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് തന്നെയാണ് BJPക്ക് ഒരു പരിധിവരെ ഗുണമാകുകയും ചെയ്യുന്നത്. എന്തായാലും